ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എജുപോഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ജാനുവരി 31 ഈവനിങ് JE ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ ടോട്ടൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 22 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 22 ക്വസ്റ്റ്യൻസ് ആണ്, ടോട്ടൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഓൺലി 22 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ല. ഈ 22 ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പക്ക ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് 9 ക്വസ്റ്റ്യൻസ്. ഓർഗാനിക് ആണ് 9 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ പേപ്പറിൻ്റെയും പ്രത്യേകത തന്നെയാണ് കേട്ടോ. ദെൻ ഇനോർഗാനിക് ഒരു 5 ക്വസ്റ്റ്യൻസ്. ആ ഇനോർഗാനിക്കിലെ 5 ക്വസ്റ്റ്യൻസിൽ സ്പെഷ്യലി കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് 2 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് 2 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി 7 ക്വസ്റ്റ്യൻസ്. ദെൻ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നൊരു ക്വസ്റ്റ്യൻസും കൂടെ. അങ്ങനെ ടോട്ടൽ 22. പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ കെമിസ്ട്രിന്ന് അത് ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ല. ഞാൻ സ്പെഷ്യലി പ്രാക്ടിക്കൽ തന്നെ പറഞ്ഞു. പ്രാക്ടിക്കൽ കെമിസ്ട്രിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ. നെറ്റ് 22 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സിൽ നമുക്ക് സ്പെഷ്യലി നമുക്കൊരു ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഐസോമറിസം, അതേപോലെ നെയിമിങ്, ദെൻ മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ ചാപ്റ്റർ വൈസ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആൽഡിഹൈഡ്സ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹാലോ ആൽക്കൈൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അമൈൻസ് 2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ബയോമോളിക്യൂളും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹൈഡ്രോ കാർബണും ക്വസ്റ്റ്യൻസ്. എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിനെയും ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട്. സോ ഫിസിക്കൽ കെമിസ്ട്രി സെയിം ആസ് റിഡോക്സ് എന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. റിഡോക്സ് ഉണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ബേസിക് കോൺസെപ്റ്റ്, ഇക്വിലിബ്രിയം, കെമിക്കൽ കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്. ഓക്കെ, ഒന്ന് നോക്കാം, ക്വസ്റ്റ്യനിലോട്ടൊന്ന് കയറി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓക്കെ, S8 ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് പറഞ്ഞത് H2S2O3 ആൻഡ് S2 മൈനസ് ഇൻ ആൽക്കലൈൻ മീഡിയം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലേ? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സൾഫർ S8 സൾഫർ 0 ആണ്. ഈ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹിയർ 0 ആണ്. സൾഫറിന് ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്? സൾഫർ -2 to +6 പോസിബിൾ ആണ്. നിങ്ങൾക്കറിയാലോ, ഈ ആൽക്കലൈൻ മീഡിയത്തിൽ നോൺ മെറ്റൽസ് ലൈക്ക് സൾഫർ, ഫോസ്ഫറസ്, ക്ലോറിന്, ബ്രോമിൻ ഒക്കെ എന്ത് കാണിക്കും? ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കും. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്. റിഡോക്സ് റിയാക്ഷൻസിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേഷന്റെ താഴെയുള്ള എക്സാമ്പിൾ ആണിത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ClO4 മൈനസ്. ClO4 മൈനസിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 7 ആണ്. ഈ 7 ഉള്ള ക്ലോറിൻ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? റിഡക്ഷൻ മാത്രമേ നടക്കൂ, ഓക്സിഡേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ഇവർക്ക് ഒരു കാരണവശാലും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ പോസിബിൾ അല്ലെങ്കിൽ ഫീസിബിൾ അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഓപ്ഷൻ 1. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അത് ഞാൻ പറഞ്ഞു, NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ ആ ടോപ്പിക് പറഞ്ഞു, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ദിസ് ഫ്രം ഇനോർഗാനിക് കെമിസ്ട്രി, കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, നോക്കൂ, NiCl4 ആൻഡ് NiCO4 വാലൻസ് ബോണ്ട് തിയറി എന്ന ഹെഡിങ്ങിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ 4 എക്സാമ്പിൾസ് ഉള്ളത്. അതിൽ 2 എക്സാമ്പിൾ ആണ് ഡയറക്റ്റ് ഫ്രം NCERT, പറയേണ്ട ആവശ്യമില്ല. NiCl4 2- കേട്ടിട്ടുണ്ടല്ലേ? NiCl4 2- ഏതാടാ? NiCl4 2- is sp3 and tetrahedral paramagnetic. Ready? But NiCO4 NiCO4
NiCO4ൻ്റെ ഹൈബ്രിഡൈസേഷനുള്ള ഡയഗ്രാം NCERT-യിലുണ്ട്. NiCl4ഉം NiCN4ഉം ആണ് NCERT-യിൽ. NiCO4 ഡയഗ്രാം ഉണ്ട് നമ്മൾ മെറ്റൽ കാർബണൈൽസിൽ. സോ NiCO4 is സെയിം, sp3 ആണ്, ടെട്രാഹെഡ്രൽ ആണ്, ബട്ട് ഡയാമാഗ്നറ്റിക് ആണ്. NiCO4 ഡയാമാഗ്നറ്റിക്കും NiCl4 2- പാരാമാഗ്നറ്റിക്. കാരണം ഞാൻ പറയാം, നിക്കൽ 2+ ആണ്. നിക്കൽ 2+ ആണ് NiCl4 2- 3d8 ആണ്. ഈ നിക്കൽ 2+ 3d8 ആണ്. വന്ന ലിഗാൻഡ് വീക്ക് ലിഗാൻഡുമാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ല, പാരാ. ദെൻ NiCO4ൽ നിക്കൽ 0 ആണ്. നിക്കൽ 0 ആണെങ്കിൽ എസിലെ ഇലക്ട്രോൺ ഡിയിലേക്ക് ചാടും. എസിൽ ഇലക്ട്രോൺ ഡിയിലേക്ക് ചാടി D10 കോൺഫിഗറേഷൻ വരും. ദെൻ D8 3d8 4s2 ആണ്. ലിഗാൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് ആ എസിലെ ഇലക്ട്രോൺ ഡിയിലേക്ക് എക്സൈറ്റ് ചാടും. എന്നിട്ട് എന്ത് ചെയ്യും? പെയറിംഗ് നടന്നിട്ട് 3d10 ആകും. ആസ് എ റിസൾട്ട് ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? Option B is correct. Right. Next one. Direct from P block ആണ്. Among 15th group hydrates reducing character decrease. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹൈഡ്രൈറ്റ്സിൽ ഡൗൺ ദ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ഈ എലമെന്റും ഹൈഡ്രജനും തമ്മിലുള്ള ഈ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും? EH ബോണ്ട് ലെങ്ത് കൂടും. EH ബോണ്ട് ലെങ്ത് കൂടിയാൽ EH ബോണ്ട് സ്ട്രെങ്ത് കുറയും. EH ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ ദെൻ സ്ട്രെങ്ത് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് കൂടും, അല്ലേ? പെട്ടെന്ന് ഹൈഡ്രജന് കൊടുക്കാനുള്ള കഴിവ് കൂടും. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് ഇൻക്രീസസ്. സോ എമംഗ് ഗ്രൂപ്പ് 15 ഹൈഡ്രേറ്റ് റെഡ്യൂസിങ് ക്യാരക്ടർ ഡിക്രീസസ് എന്നാണ് പറഞ്ഞത്. ദാറ്റ്സ് റോങ്. റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസസ് ആണ്. So next statement, E2O3, E2O5 are always basic. E2O3 എന്ന് പറഞ്ഞാൽ ആരാടാ? ഗ്രൂപ്പ് 15ൻ്റെ ഓക്സൈഡ് ആണ് E2O3യും E2O5ഉം. ബോത്ത് E2O3 ആൻഡ് E2O5 ആർ ഹൈഡ്രേറ്റ് അല്ല, ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 15ൻ്റെ ഓക്സൈഡ്സ് ആണ്. അപ്പോൾ ഓക്കെ, E2O3 E2O5 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 15ൻ്റെ ഓക്സൈഡ് ആണ്. ഈ ഗ്രൂപ്പ് 15ൻ്റെ ഓക്സൈഡിന്റെ പ്രത്യേകത എന്താ? ഗ്രൂപ്പ് 15ൻ്റെ ഓക്സൈഡ് നമുക്കറിയാം, NCERT കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നോക്കണ്ടു. N2O3 P2O3 N2O3 P2O3 അസിഡിക്. N2O3 P2O3 അസിഡിക്. AS2O3 Sb2O3 ആംഫോ. Bi2O3 is basic. That means രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഓൾവേസ് ബേസിക് എന്നത് റോങ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഓക്കെ, ബോത്ത് A and B are wrong. Next, which of the following has maximum ionic character? അറിയൂലേ? അയോണിക് ക്യാരക്ടർ കാണിക്കുന്ന ആൾ, കെമിക്കൽ ബോണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. മാക്സിമം അയോണിക് ക്യാരക്ടർ കാണിക്കണമെങ്കിൽ ലാർജ് കാറ്റയോണും സ്മോൾ ആനയോണും വരണം. ലാർജ് കാറ്റയോൺ ആൻഡ് സ്മോൾ ആനയോൺ. ഓക്കെ, സ്മോൾ ആനയോൺ, ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഓഫ് അയോണിക് ക്യാരക്ടർ. സോ ഹിയർ ഇൻ ദിസ് ആനയോൺസ് ആർ സെയിം. ഇനി വലിയ കാറ്റയോൺ ആരാ നോക്കിയേ? പൊട്ടാഷ്യം. സോ K+ ആണ് ലാർജ് കാറ്റയോൺ. സോ KCl ഈസ് മോർ അയോണിക്. കൺഫ്യൂഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. CrH2O6 3+. ദാറ്റ് ഇസ് ഫ്രം കോർഡിനേഷൻ കോമ്പൗണ്ട്. അത് നമ്മൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വൈസ് നമുക്ക് ഇവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ക്രോമിയം 3+ ആണ്. ക്രോമിയം 3+ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ആണല്ലോ? ക്രോമിയം 3+ എന്ന് പറഞ്ഞാൽ 3d3. ഈ 3d3 നിങ്ങൾ എങ്ങനെ എഴുതിയാലും കോർഡിനേഷൻ നമ്പർ 6 അല്ലേ? താഴെ T2G, മുകളിൽ EG. ഇലക്ട്രോൺസിന് എഴുതിയാൽ 1 2 3. T2G3 EG0, ദാറ്റ് ഈസ് T2G3 EG0. A2 ഉള്ള രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും അല്ല ആൻസർ എന്ന് മനസ്സിലായി.
നെക്സ്റ്റ് FeH2O6 3+. FeH2O6 3+ എന്ന് പറയുമ്പം ദാറ്റ് ഇസ് 3D5 ആണ്. വാട്ടർ വീക്ക് ലിഗാൻഡാ. വാട്ടർ വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ദെൻ പെയറിങ് നടക്കില്ല. സോ 1 2 3 4 5 T2G3 EG2 ദാറ്റ് ഇസ് B3 A2B3. ഇനി ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ആൻസർ കിട്ടി. A2B3 ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. റൈറ്റ്. വേണമെങ്കിൽ നമുക്ക് റിമൈനിങ് നോക്കാം. നിക്കൽ 2+ 3D8 അല്ലടാ. 3D8 ആണെങ്കിൽ എന്താ വരിക? 3D8 ആണെങ്കിൽ T2G6 EG2. ആൻഡ് ഫൈനലി വനേഡിയം 3+ ആണ്. വനേഡിയം 3+ D2 ആണ് T2G2. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ ഉള്ള ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയോന്നറിയില്ല, എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? റുബീഡിയത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺസ് ആയിരുന്നു. സെയിം ഹാസ് ഹിയർ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് പൊട്ടാഷ്യം. പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം. ദാറ്റ് ഈസ് 4s1 ആ പൊട്ടാഷ്യം. 4s1 ആകുമ്പം N4, L0, M0, S½ So option 1 is the correct answer. The next one from organic chemistry ആണ്. What is the product formed by in the reaction given below? ഒരു ആൽക്കീനിലേക്ക് ഒരു HX ആഡ് ചെയ്യാണ് അല്ലേ. HXന് പകരം നമ്മൾ DCl എടുത്തു. DCl മീൻസ് ഡ്യൂട്ടീരിയം ക്ലോറൈഡ് ആണ്. സോ അക്കോർഡിംഗ് ടു Markovnikov's rule, negative part of the adding molecule gets bonded to double bonded carbon containing less number of hydrogen. Confusion ഒന്നുമില്ല. ഈ കാർബോകാറ്റയോൺ ആണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ട് സോ ഹിയർ ദ പ്രോഡക്റ്റ് ഈസ്, ഇവിടെ Cl മൈനസ് ഇവിടെ ബോണ്ട് ചെയ്യുന്നു, D ഇവിടെ ബോണ്ട് ചെയ്യുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. Next one, the major product formed in the reactions anhydrous AlCl3, then acylation, benzoylations അല്ലേ. ബെൻസീനിലേക്ക് CH3COCl ആഡ് ചെയ്യുന്നു, ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഇയാൾ AlCl3യുമായിട്ട് റിയാക്ട് ചെയ്ത് CLE ക്ലോറൈഡിനെ വാങ്ങിച്ച് ഇയാൾ എന്തായിട്ട് മാറൂടാ? This changes to CO+. ഈ CO+ എവിടെ അറ്റാക്ക് ചെയ്യും? ദാറ്റ്സ് അറ്റാക്ക് ഇൻ ടു ദി ബെൻസിൻ റിംഗിൻ. ഏത് പൊസിഷനിലും അറ്റാക്ക് ചെയ്യാൻ, കാരണം ഗ്രൂപ്പിൽ പ്രത്യേകിച്ചൊരു എഫക്റ്റ് ഒന്നുമില്ല. സോ ഇവിടെ അറ്റാക്ക് ചെയ്തു. സോ വിച്ച് പ്രോഡക്റ്റ്? ദാറ്റ് ഇസ് ഓപ്ഷൻ എ, ഡയറക്റ്റ്. ഫുഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് നമ്മൾ കേട്ടില്ലേ? സെയിം ആസ് ഹിയർ. പ്രോഡക്റ്റ് ഈസ് ഡയറക്റ്റ് പ്രോഡക്റ്റ് ആണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇയാൾ AlCl3 AlCl4 ആയിട്ട് മാറും കേട്ടോ. ഇയാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആയിട്ട് മാറും. ദെൻ ദാറ്റ് അറ്റാക്ക് ഇൻ ബെൻസിൻ റിംഗ്. Identify the given reactions. Benzene react with carbon monoxide plus HCl in presence of anhydrous aluminum chloride. That reaction is called Gatterman-Koch reactions. Right. So direct theory questions. Aldehydes, ketones and carboxylic acid. Next one. Choose the correct answer. Mn2O7 is a oil at room temperature. That is called Mn2O7 is called covalent green oil എന്നാണ് കേട്ടിട്ടുണ്ടാകും. covalent green oil. So the first statement is correct. V2 react with acid to give VO2 plus salt. That's a correct statement from NCERT textbook D&F block elements. ആസിഡും ആൽക്കലിയുമായിട്ട് ആ ഡൈക്രോമേറ്റിന്റെ മുകളിലുള്ള പാരഗ്രാഫിലുണ്ട്, കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ലൈനാണ്. CRO ഈസ് ബേസിക് ഓക്സൈഡ്. ക്രോമിയത്തിന്റെ കേസിൽ +3 ആണ് ആംഫോട്രിക്. Cr2O3 ആംഫോ ആണ്. എല്ലാ +2 ഓക്സൈഡും ബേസിക് ആണ്. കറക്റ്റ്.
V2O5 does not react with acid. വനേഡിയത്തിൻ്റെ കേസിൽ +4 + 5. നോർമലി എല്ലാ ട്രാൻസിഷൻ മെറ്റലിലും +4 + 5 ഓക്സൈഡുകളൊക്കെ എന്താ, ഇൻ ട്രാൻസിഷൻ മെറ്റൽ +4 + 5 ഓക്സൈഡ്സ് ആർ ആംഫോട്ടറിക്. എല്ലാ +4 + 5 ഓക്സൈഡുകളും ആംഫോട്ടറിക് ആണ് ഇൻ ട്രാൻസിഷൻ മെറ്റൽ. They react with acid as well as base. So here fourth statement is wrong. So which is correct option? A, B, C is correct. Option 1 is correct. Next one. Consider the following reaction. In the reactions, ബ്രോമോബെൻസിനെ നൈട്രേഷൻ നടത്തി. ബ്രോമോബെൻസിനെ നൈട്രേഷൻ നടത്തി എന്താണ് കിട്ടുക? ഈ മിക്സ്ചറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് NO2+. ആ NO2+ എവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും? കോൺസെൻട്രേറ്റഡ് HNO3 + കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എവിടെ അറ്റാക്ക് ചെയ്യും? ഹാലോ ആൽക്കെയിൻസിൽ ഈ ഹാലജന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്. സോ റെസണൻസ് ഉള്ളതുകൊണ്ട് ഈ 3 പൊസിഷനിൽ നെഗറ്റീവ് ഉണ്ടാകും. അതുകൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവുക ഓർത്തോ പാരയാണ്. ഡ്യൂ ടു സ്ട്രോങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് പാരാ പ്രോഡക്റ്റ് ഈസ് ഡൊമിനേറ്റഡ്. പാരാ പ്രോഡക്റ്റ് ആണ് ഡൊമിനേറ്റ് ചെയ്യപ്പെടുക. സോ ദിസ് ഇസ് ഡൊമിനേറ്റഡ് ഓർ മേജർ പ്രോഡക്റ്റ്. ഇതാണ് ഫസ്റ്റ് എ. അപ്പം എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷനുമല്ല, തേർഡ് ഓപ്ഷനുമല്ല, ഈ ഓപ്ഷനാണ് നമുക്ക് കിട്ടി. എ കിട്ടിയപ്പോൾ തന്നെ ആൻസറായി. റിമെയിൻസ് നമുക്ക് നോക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? ഇതിലേക്ക് എന്താ ആഡ് ചെയ്തു? NaOH 573 Kelvin ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് HCl. ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഡോസ് പ്രോസസ്സ് കേട്ടിട്ടുണ്ടോ? ഫിനോളാണ് കിട്ടുന്നത്. ഹലോ അരീൻസിനെ അക്വസ് NaOHലേക്ക് ആഡ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ 300 Kelvin 623 Kelvin 300 ATM പ്രഷറും ട്രീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താ? ഫിനോൾ ആയിരുന്നു. സെയിം ആസ് ഇയർ NaOH ആഡ് ചെയ്തു. ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ Br ചേഞ്ചസ് ടു OH. ദെൻ NO2 ഇസ് ഓക്കെ. NO2 ഓക്കെ. ഡയറക്റ്റ് ടു OH അല്ല, ആദ്യം ONA ആകും. ആ ONA അഗെയിൻ ചേഞ്ചസ് ടു OH. സോ ഹിയർ ദ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻസ്. റൈറ്റ്. ദ നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട് towards electrophilic substitution reaction. What is electrophilic substitution reaction? ഒരു ഇലക്ട്രോഫൈല് ഈ 3-4 കോമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് കോമ്പൗണ്ടിലേക്കാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുക? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീനിൽ ഒരു പ്രശ്നമില്ല, എല്ലായിടത്തും ഇലക്ട്രോൺ ത്രൂ ഔട്ട് സെയിം ആയിട്ടാണ് കിടക്കുന്നത്, പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ക്ലോറിൻ വന്നു. ഈ ക്ലോറിൻ എന്ത് ഗ്രൂപ്പാ? ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഡ്യൂ ടു ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് വേ ഈ ക്ലോറിൻ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. കണ്ടോ? ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. NO2 സ്ട്രോങ്ലി ഡിയാക്ടിവേറ്റിംഗ് ബൈ -I ആൻഡ് -R. ഹിയർ ഇൻഡക്റ്റീവ് ആണെങ്കിലും +R ആണുള്ളത്. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. CH3 എന്താ ഉള്ളടാ? CH3 ഹൈപ്പോകോൺജുഗേഷൻ. സോ ഇവിടെ ഈ 3 സൈഡിലും എന്ത് വരും? നെഗറ്റീവ് ചാർജ് വരും. മൈനസ്. ഏറ്റവും സ്ട്രോങ് ആയിട്ട് എവിടെ വരും? ഓപ്ഷൻസ് ഇല്ലല്ലേ? ഓപ്ഷൻസ് മിസ്സിംഗ് ആണ്. 1 2 3 4 ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് പറയാം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുക 4-ലാണ്. 4 കഴിഞ്ഞാൽ പിന്നെ എവിടെയാടാ? 1-ലാണ്. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3. അതാണ് ഓർഡർ ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. 4 1 2 3. 4 1 2 3. റെഡി അല്ലേ? CH3 ഹൈപ്പർ കോൺജുഗേഷൻ വേ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. സോ ഈ 3 സൈഡിലും നെഗറ്റീവ് വരും. ബെൻസീനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലോറോ ബെൻസീനിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് സ്ട്രോങ് ആണ്, പക്ഷെ റെസണൻസ് താഴോട്ടാണ്. NO2 -R-ഉം -I-യും. യാ. Next, the correct IUPAC name of the organic compound is.
The correct IUPAC name of organic compound is, the name is 2,2-dibromo 1-phenyl pentane. 1-phenyl pentane. ഇതാണ് സാധനം 2,2-dibromo 1-phenyl pentane. ഇത് ഏത് കോമ്പൗണ്ട് ആണ്? 2,2-dibromo 1-phenyl. 2,2-dibromo 1-phenyl എന്ന് പറയുമ്പോൾ സോ ഇത് നോക്കിയേ, ഇത് 2,2 അല്ല, ഇത് 2,2 ആണ്. 1-ൽ ഫിനൈലും ഉണ്ട്. പെൻറ്റെയിൻ ആണോ നോക്കൂ. പെൻറ്റെയിന് 1 2 3 4 5 ഒന്ന് നമ്പർ ഇട്ട് നോക്കിയാൽ കറക്റ്റ് പെൻറ്റെയിൻ കിട്ടുന്നുണ്ടോ? 1 2 3 4 5 ഇതൊക്കെയാണ്. ഇത് 2,2-dibromo അല്ല, ഇത് 1,1-dibromo ആണ്. ഹിയർ 2,2-dibromo ആണ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കി, 2,2-dibromo ആണ്. നമ്പർ 2 1, ഇത് 2,2 അല്ല, 1,1-dibromo. സോ ഹിയർ കറക്റ്റ് 2,2-dibromo എന്ന് നമുക്ക് നമ്മൾ ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് എത്താം. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. യാ. നെക്സ്റ്റ് വൺ. Aniline on reaction with concentrated sulfuric acid at 475 Kelvin to give para-aminobenzene sulfonic acid. So ഓർമ്മണ്ടത് ഏതാണ്? ദിസ് സൾഫോനേഷൻ, അനിലീൻ്റെ സൾഫോനേഷൻ ആണ്. നമ്മൾ NCERT-യിലെ ഡയറക്റ്റ് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് എന്താടാ? ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ബെൻസീൻ സൾഫോണിക് ആസിഡ്. എങ്ങനെ? പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. പാരാ അമിനോ സ്വിറ്റർ അയോണൊക്കെ ഉണ്ടാകുന്ന കേസ് പറഞ്ഞത് ഓർമ്മല്ലേ? പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്, ഇതാണ് പ്രോഡക്റ്റ്. ദിസ് ഗീവ്സ് ബ്ലഡ് റെഡ് കളർ വിത്ത് ലസേനിയസ് എക്സ്ട്രാക്റ്റ്. ലസേനിയസ് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ബ്ലഡ് റെഡ് കളർ ഉണ്ടാവണമെങ്കിൽ ആ കോമ്പൗണ്ടിൽ ആരൊക്കെ വേണോ? ദാറ്റ്സ് കണ്ടെയ്ൻ സൾഫർ ആൻഡ് സൾഫറും നൈട്രജനും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നിട്ടുണ്ട്. സൾഫറും നൈട്രജനും ഉണ്ടെങ്കിൽ ബ്ലഡ് റെഡ് കളർ ഉണ്ടാകുന്നതിൽ ഏതൊക്കെ എലമെൻ്റാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന്. ഓക്കെ, സോ ഹിയർ സൾഫർ ഉണ്ട്, ഇവിടെ നൈട്രജനും ഉണ്ട്. സൾഫറും ഉണ്ട്, നൈട്രജനും ഉണ്ട്. സൾഫറും നൈട്രജനും ഉണ്ട്. സോ ബ്ലഡ് റെഡ് കളർ. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അനിലീൻ ഫോം എ സോൾട്ട് വിത്ത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഇൻ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻസ്. കേട്ടിട്ടുണ്ടോ? ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷനിൽ അനിലീൻ AlCl3യുമായിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് ദിസ് ഈസ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇത് ഭയങ്കര ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, സ്ട്രോങ് ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് അനിലീനിൽ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻസ് നടക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അതിൻ്റെ റീസണാണിത്. ഓക്കെ അല്ലേ പറഞ്ഞത്? സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഓക്കെ, ഈ റിയാക്ഷൻസ് ജസ്റ്റ് നോക്കിയേ. എന്താണ്? ടെർട്ട് മിഥൈൽ അല്ല, NN ഡൈമീഥൈൽ അനിലീൻ റിയാക്ട് വിത്ത് കോമ്പൗണ്ട്. ഏതായിരിക്കും റിയാക്ഷൻസ്? ദിസ് ഈസ് കപ്ലിംഗ് റിയാക്ഷൻസ് ആണ്. ഈ കപ്ലിംഗ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്താ? നോക്കാം. ഈ കപ്ലിംഗ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് നോക്കൂ. ഈ കപ്ലിംഗ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് ഇവിടെ Me റൈറ്റ്. ഇനി എന്ത് ചെയ്യും? ഇവിടെ അല്ലേ ബോണ്ട് ചെയ്യുക? N ഡബിൾ ബോണ്ട് N SO3 Na. ദിസ് ഇസ് കോൾഡ്, ഇതിനെ വിളിക്കുന്ന പേര് മിഥൈൽ ഓറഞ്ച്. ദിസ് ഇസ് കോൾഡ് മിഥൈൽ ഓറഞ്ച്. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 1 2 കറക്റ്റ് അല്ല, പൊസിഷൻ മാറി. പൊസിഷൻ ഓക്കെ, ഇവിടെ പൊസിഷൻ മാറി. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ക്ലിയർ? കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ദ നെക്സ്റ്റ് വൺ.
In the above reaction, the correct relationship between Kp alpha and equilibrium pressure P. Initially, A gives B plus half C. Initially, നമ്മൾ കൊടുക്കുന്നത് 1, 0, 0. 1 minus x, x, half x. ക്ലിയർ ആണോ? നെക്സ്റ്റിന് പകരം ഇവിടെ ആൽഫ എന്നാ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൽഫ 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 1/2 ആൽഫ. നമുക്ക് എങ്ങനെ കാണാം? കെ പി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഹാഫ് ആൽഫ ഹോൾ റേസ് ടു 1/2. ആൽഫ ബൈ 2 ഹോൾ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു, നമുക്ക് ഓർമ്മയുണ്ട് കെ പി കാണുന്ന ഇക്വേഷൻ കെ പി ഈസ് ഈക്വൽ ടു എൻ സി റേസ് ടു സി ഇൻറ്റു എൻ ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ, ഇവിടെ എഴുതാം കെ പി ഈസ് ഈക്വൽ ടു എൻ സി റേസ് ടു എൻ റിയാക്റ്റൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം എൻ പ്രോഡക്റ്റ് റേസ് ടു പി ബൈ എൻ റിയാക്റ്റൻറ്റ്. ആ റേസ് ടു സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ് ചെയ്യണം. ഡിവൈഡ് ബൈ പി ടോട്ടൽ ഇൻറ്റു സിഗ്മ എൻ റേസ് ടു ഡെൽറ്റ എൻ ജി. ഇതാണ് ഇക്വേഷൻ. അപ്പം നമ്പർ ഓഫ് മോൾസ് നോക്കിയതാ ഈ സൈഡിലെ നമ്പർ ഓഫ് മോൾസ് ആൽഫ ഇൻറ്റു ഹാഫ് ആൽഫ റേസ് ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ ഈസ് പി ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാടാ 1 മൈനസ് ആൽഫ ദെൻ 1 പ്ലസ് ആൽഫ ബൈ 2 റേസ് ടു മൈനസ് ഹാഫ്. സോറി ഡെൽറ്റ എൻ ജി എത്രയാണ് നോക്കിയേ, ഡെൽറ്റ എൻ ജി ഹാഫ്. മനസ്സിലായോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഇൻറ്റു പി ടോട്ടൽ ബൈ സിഗ്മ എൻ റേസ് ടു ഡെൽറ്റ എൻ ജി. ഇതാണ് നമ്മളെ കേപ്പിൻ്റെ എക്സ്പ്രഷൻ. ഈ കേപ്പിൻ്റെ എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ജസ്റ്റ് നോക്കിയേ, ആൽഫ ഇൻറ്റു ഓക്കെ ആൽഫ റേസ് ടു 1/2 ഇൻറ്റു 1/√2 ഓക്കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു പി ബൈ 1 പ്ലസ് ആൽഫ ബൈ 2. 1 പ്ലസ് ആൽഫ എങ്ങനെ എഴുതാം? 2 പ്ലസ് ആൽഫ റേസ് ടു 1/2 ഇൻറ്റു, പിന്നെ അവിടെ ഒരു 1/2 ബാക്കിയില്ലേ, 1 പ്ലസ് ഈ ടേം എന്താ 1 പ്ലസ് ആൽഫ ബൈ 2 നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താടാ? ദിസ് റിട്ടൺ ആസ് 2 പ്ലസ് ആൽഫ ബൈ 2 എന്ന് എഴുതിക്കൂടെ? 2 പ്ലസ് ആൽഫ ബൈ 2 ദാറ്റ് ഈസ് 1/√2. ഞാൻ അങ്ങനെ എഴുതാൻ കാരണം ഈ 1/√2 കോമൺ ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? ആൽഫ റേസ് ടു 1 ഇൻറ്റു ആൽഫ റേസ് ടു 1/2 ദാറ്റ് ഈസ് ആൽഫ റേസ് ടു 3/2 റെഡി. ദെൻ റൂട്ട് ഉണ്ട് കേട്ടോ പിയുടെ മുകളിൽ, ഓൾ റേസ് ടു 1/2 ആണ്, ഓൾ റേസ് ടു 1/2. അപ്പോൾ റൂട്ട് പി, സോ ഇവിടെ ഓക്കെ റൂട്ട് പി 1 മൈനസ് ആൽഫ 2 പ്ലസ് ആൽഫ ബൈ ഓൾ റേസ് ടു 1/2 ദാറ്റ് ഈസ് കെ പി. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. Option 4 is correct. Okay. The next, half life of a first order reaction is 36 hours. Okay. Find out the time required the concentration of reactant to get reduced 90%. 90% ആവാൻ എടുക്കുന്ന ടൈം എത്രയാണ്? എന്താണ് ഹാഫ് ലൈഫ് തന്നു. നമുക്ക് റിലേഷൻ അറിയാം. T90 is equal to 2.303 by K. ഇതല്ലേ T90 ഇൻറ്റു ലോഗ് 100 by ഇൻറ്റു ലോഗ് 100 by 10. 100 by 10 equal to log 10 equal to 1. Then T ഹാഫും T90യും തമ്മിൽ റിലേഷൻ ഉണ്ട്.
ടി ഹാഫ് ഈക്വൽ ടു ഈ ഭാഗം ഇവിടെ വരും. അത് നമ്മൾ T90 ആക്കി എടുത്താൽ T90 ഇൻറ്റു 0.3010. ദാറ്റ് ഈസ് T90 ഈസ് ഈക്വൽ ടു ടി ഹാഫ് ഇൻറ്റു 3.33. ദാറ്റ് ഈസ് 36 ഇൻറ്റു 3.33. 36 ഇൻറ്റു 3.33 എത്രയാടാ? 36 ഇൻറ്റു 3.3, 6 ഇൻറ്റു 3 18, 9 പ്ലസ് 10 8811. That is 118.8. Then approximately 120 is the correct answer. Approximately 120 അല്ലെങ്കിൽ 119. Clear? That's all. Next problem from thermodynamics. 1 mole gas expand from 1 mole ആണ് expand from 10 liter to 100 liter at 300 Kelvin. If above expansion takes place reversibly and isothermally. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഏതാ? റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസിലെ ഇക്വേഷൻ 2.303 nRT log V final by V initial. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് മൈനസ് 2.303 NRTയിൽ N എത്രയാടാ? N 1 മോൾ ആണ്. R 25/3 ഇൻറ്റു 10⁻³ ആണ്. കാരണം കിലോ ജൂൾ ആണ് കേട്ടോ. കിലോ ജൂൾ ആണെങ്കിൽ 25/3 ഇൻറ്റു 10⁻³ ദാറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. ഇൻറ്റു ലോഗ് 100/10 ആണ്. ഈ 100/10 എന്തായിട്ട് പോയി? ദിസ് ഇസ് ലോഗ് 100/10, 100/10, log 10, log 10, 1. ഈ പോർഷൻ കംപ്ലീറ്റ് 1 ആയിട്ട് പോയി. പിന്നെ കട്ട് ചെയ്ത് കളയി. 3ഉം 100ഉം കട്ട് ചെയ്താൽ മുകളിൽ 3ഉം 300ഉം കട്ട് ചെയ്താൽ മുകളിൽ 100, ഇതും കട്ട് ചെയ്താൽ 10⁻⁻1. സോ ഫൈനലി നമുക്ക് എന്താ കിട്ടുക? 2.303 ഇൻറ്റു 2.5. 23യുടെ പകുതി 11.5. 11.5ൻ്റെ പകുതി 5.75. That is 5.75 is the correct answer. ഇൻറ്റിജറിലേക്ക് മാറ്റുകയാണെങ്കിൽ that is 6 kilojoule. 6 kilojoule is answer. Clear? Next one. How many of the following vitamins are stored in human body? Vitamins A, B, C, D, E, K. A, B, C, D, E, K. അതിൽ ഫാറ്റ് soluble ഏതാ? കേഡ. കേഡ is fat soluble. This is fat soluble. B and C water soluble. So stored in. This is fat soluble stored in our body. Fat soluble stored in our body. Water soluble excreted through urine. So the correct answer is 4. 4 എണ്ണം നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. Number of moles of H+ required by 1 mole MnO for oxalate ion to CO2. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം. MnO4 മൈനസ് ആണ്, ആസിഡ് മീഡിയത്തിലാണ്. അപ്പോൾ അയാൾ Mn2+ ആകും. ഇതറിയുന്നതൊക്കെ ബാക്കി ചെയ്യാൻ പറ്റും. ഓക്സലൈറ്റ് ആണ്. ഓക്സലൈറ്റ് എന്തായിട്ടാണ് മാറുക? 2 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. സോ Mn7 Mn2 ഇയാളെ ഇക്വലൻസ് 5 ഇക്വലൻസ് ആണ്. ഇയാളെ ചേഞ്ച് 5 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ 3ഉം ഇവിടെ 4ഉം. ഇയാളെ ചേഞ്ച് എത്രയാടാ? ഇയാളെ ചേഞ്ച് 1 പെർ കാർബൺ. അപ്പോൾ 2 കാർബൺ ഉള്ള 1 × 2 2 ഇക്വലൻസ് ആണ്. എങ്ങനെ ഈക്വൽ ആക്കാം? 5 × 2 ചെയ്താൽ 10 ആക്കാം. 2 × 5 ചെയ്താൽ 10 ആക്കാം. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഇക്വേഷൻ എഴുതി. ഓക്കെ, എന്ത് കിട്ടിയടാ? 2 MnO4 മൈനസ് 5 C2O4 2 മൈനസ് ഗീവ്സ് 2 Mn2+ 10 കാർബൺ ഡൈ ഓക്സൈഡ്. 10 കാർബൺ ഡൈ ഓക്സൈഡ്.
ഇനി എച്ച് പ്ലസ് എങ്ങനെ ആഡ് ചെയ്യുക? ചാർജ് ഈക്വൽ ആക്കാനാ. ഈ രണ്ട് സൈഡിലെയും ചാർജ് ഒന്ന് കൗണ്ട് ചെയ്ത്. ഈ സൈഡിലെ ചാർജ് എത്രയാ? ഈ സൈഡിലെ ചാർജ് 2ഉം 10ഉം -12. ഈ സൈഡിലെ ചാർജോ 4+. ഓക്കെ, ഒരു സൈഡിൽ -12ഉം ഒരു സൈഡിൽ +4ഉം. രണ്ട് സൈഡിലെയും ചാർജ് ഈക്വൽ ആക്കാനാണ് നിങ്ങൾ ആസിഡ് ഉപയോഗിക്കുന്നത്. എത്ര എച്ച് പ്ലസ് ഇട്ട് കൊടുത്താൽ രണ്ട് സൈഡിലെയും ചാർജ് ഈക്വൽ ആവുക? കുറഞ്ഞോടുത്തല്ലേ എച്ച് പ്ലസ് ഇട്ട് കൊടുത്ത് കൂട്ടുക. സോ ഹിയർ 16 എച്ച് പ്ലസ് ഇട്ട് കൊടുത്താൽ നോക്കിയേ, +16 ദാറ്റ് ഈസ് +4. രണ്ട് സൈഡും ഈക്വൽ ആയില്ലേ? അപ്പം എത്ര എച്ച് പ്ലസ് വേണം ചോദിച്ചാൽ ആൻസർ എത്രയാ? 16 എച്ച് പ്ലസ് ഈസ് റിക്വയർഡ്. ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ 16 എച്ച് പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻസ് നടക്കൂ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് പ്ലസ് റിക്വയർഡ് ഫോർ 1 മോൾ. അപ്പോൾ 16 എത്ര ആക്കാം? 2 മോളിനാണ്. ഒരു മോളിന് എത്ര? 16/2. സോ അവർ ആൻസർ ഈസ് 8. ഹിയർ 16 ഫോർ 1 മോൾ, സോറി 2 മോൾ. 16 for 2 mole, for 1 mole 16/2, that is 1. Clear? Then next, potassium chloride is heated with potassium chloride, KCl is heated with potassium chromate K2Cr2O7 in presence of sulfuric acid. ഓർമ്മയുണ്ടോ? ക്രൊമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് ആണ് അത്. ക്രൊമൈൽ ക്ലോറൈഡ് ടെസ്റ്റാ കിട്ടുന്നാരാ? ടു ഗെറ്റ് CrO2Cl2 ടു ഗെറ്റ് CrO2Cl2. ഈ CrO2Cl2വിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? CrO2Cl2വിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +6. നെക്സ്റ്റ് വൺ, number of structural isomeric product formed by the monochlorination of 2-methyl butane. 2-methyl butane എങ്ങനെ വരക്കാം നമുക്ക് നോക്കാം. 2-methyl butane. This is 2-methyl butane. ഇതിനെ മോണോക്ലോറിനേഷൻ നടത്തുന്നു. ഇതിനെ മോണോക്ലോറിനേഷൻ നടത്താൻ എന്താ കിട്ടുക? ജസ്റ്റ് നോക്കൂ. നമുക്ക് എവിടെയൊക്കെ ക്ലോറിനെ കൊടുക്കാം? സോ ഇവിടെ ഒരു ക്ലോറിനെ കൊടുക്കാം. അത് തന്നെയാണ് ഇതും. ഈ രണ്ട് സൈഡിലും ക്ലോറിനെ കൊടുത്താൽ 1 ക്ലോറോ 1 ക്ലോറോ. ദെൻ ഇവിടെ ഒന്ന് കൊടുക്കാം, രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ ഹിയർ ഇവിടെ ഒന്ന് കൊടുക്കാം 3. ദെൻ ഇവിടെ ഒന്ന് കൊടുക്കാം 4. അപ്പം എങ്ങനെയൊക്കെ പ്രോഡക്റ്റ് വരിക നോക്കിയേ. ഇവിടെ ഈ ഗ്രീൻ ആണെങ്കിൽ പേരെന്താ? ഗ്രീൻ എൻറ്റിൽ ക്ലോറിൻ വന്നാൽ കളർ മാറ്റല്ലേ. ഇവിടെ ഒന്ന് വരാം, ദെൻ ഇവിടെ ഒന്ന് വരാം. ഇവിടെയാ ക്ലോറിൻ വന്നതെങ്കിൽ പ്രോഡക്റ്റ് എന്താ? 1 ക്ലോറോ 2 മിഥൈൽ ബ്യൂട്ടൈൻ. ഇവിടെ ക്ലോറിൻ വന്നാൽ പ്രോഡക്റ്റ് എന്താ? 2 ക്ലോറോ 2 മിഥൈൽ butane. Then firstly here, second here, this is, then third, then fourth. 4 നെയിം നമുക്കൊന്ന് എഴുതാം. ഇപ്പം നോക്കൂ, കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ ക്ലോറിൻ വന്നാൽ പ്രോഡക്റ്റ് എന്താ? 2 ക്ലോറോ 2 മിഥൈൽ ബ്യൂട്ടൈൻ. ഇനി ഇവിടെ ക്ലോറിൻ വന്നാൽ എന്താ പ്രോഡക്റ്റ്? 1 ക്ലോറോ 2 മിഥൈൽ ബ്യൂട്ടൈൻ. ഇവിടെ ക്ലോറിൻ വന്നാലും സെയിം. ആ മോണോക്ലോറോ പ്രോഡക്റ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ സിംപ്ലി മോണോക്ലോറോ പ്രോഡക്റ്റ് ഈസ് 4. 4 മോണോക്ലോറോ പ്രോഡക്റ്റ് ആണുള്ളത് കേട്ടോ. സോ ഹിയർ ടോട്ടൽ മോണോക്ലോറോ പ്രോഡക്റ്റ് ഈസ് 4. റെഡി? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇത്രയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ്. റൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കണ്ടില്ലേ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. റിമെയിൻസ് ഫിസിക്കൽ കെമിസ്ട്രി എന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി എന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കാണാത്തത്, പക്ഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കാം. ഫുൾ ക്വസ്റ്റ്യൻ സെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. ഓക്കെ, താങ്ക് യു.